നാം ഒരു യുദ്ധഭൂമിയിലായതുകൊണ്ട് നമ്മുടെ എതിരാളി ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിശാചിനെ വേദപുസ്തകത്തിൽ വ്യത്യസ്തമായ പദങ്ങളിലൂടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എതിരാളി, പ്രതിയോഗി, അപവാദി, ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ അപവാദി എന്നുള്ള ഒരു പ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ വാക്കുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എന്താണ് പൈശാചിക അവകാശമെന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടു വരേണ്ടുന്ന ദൈവപ്രവർത്തികളെ അതെങ്ങനെ തടയുമെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ചിലരുടെ എല്ലാം ജീവിതത്തിൻ്റെ അകത്ത് ഈ സന്ദേശം ഒരുപാട് മാറ്റങ്ങൾ വരുത്തുമെന്ന് വിശ്വസിക്കുന്നു. തിരുവചനത്തിൻ്റെ അകത്തുനിന്ന് നമ്മൾ ചിന്തിച്ച് കുറച്ച് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രവാചകനായ സെക്കരിയാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നൽകി കൊടുത്തിരിക്കുന്ന ഒരു വിവരണമുണ്ട്. ഈ സംഭവം ഭൗതിക ലോകത്തിൽ നടന്നൊരു കാര്യമല്ല, ഇതൊരാത്മീക മേഖലയിൽ നടന്നൊരു കാര്യമാണ്. യഹോവയാം ദൈവം സെക്കരിയാവിന് ഇത് വെളിപ്പെടുത്തി കൊടുത്തതാണ്. അദ്ദേഹം കണ്ടു എന്നുള്ളതല്ല, യഹോവയാം ദൈവം കാണിച്ചു തന്നു എന്നാണ് ആ പുസ്തകം ആ അധ്യായം ആരംഭിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്. അനന്തരം അവൻ എനിക്ക് കാണിച്ചു തന്നു. ദൈവം എന്തിന് ഇങ്ങനെ ഒരു കാര്യത്തെ കാണിച്ചു കൊടുത്തു? ഞാൻ ആ ഭാഗം വായിച്ച് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത്, മനുഷ്യരായ നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യമല്ല ഇത്. സത്യത്തിൽ നമുക്ക് അറിയേണ്ട ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എന്തിന് ദൈവം അത് പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തു? നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നു. അതിൻ്റെ അർത്ഥം ചില കാര്യങ്ങളുടെ പിന്നിൽ നടക്കുന്ന ചില ആത്മീക രഹസ്യങ്ങളെ നാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നാം അത് മനസ്സിലാക്കി നമ്മൾ കരുതലോടെ ചുവടുകൾ വെക്കേണ്ടുന്ന ചില മേഖലകളുണ്ട്, നമ്മൾ സൂക്ഷിച്ചൊഴിയേണ്ടുന്ന ചില മേഖലകളുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യം ഇങ്ങനെയാണ്: അനന്തരം അവൻ മഹാപുരോഹിതനായ യോശുവ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നു. അടുത്തത്, സാത്താൻ യോശുവയെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നത് കാണിച്ചു തന്നു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ആക്ഷരികമായി സംഭവിച്ചൊരു കാര്യമല്ല, ഭൗതിക ലോകത്തിൽ നടന്ന ഒരു കാര്യമല്ല, ആത്മീക ലോകത്തിൽ അല്ലെങ്കിൽ ഒരു ആത്മീക ദർശനമാണിത്. ഈ ദർശനത്തിൽ ആ ഒരു പിക്ചർ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മഹാപുരോഹിതനായ യോശുവ നിൽക്കുന്നു, അവന്റെ വലത് ഭാഗത്ത്, അദ്ദേഹത്തിന്റെ വലത് ഭാഗത്ത് അദ്ദേഹത്തെ കുറ്റം ചുമത്താൻ സാത്താൻ നിൽക്കുന്നു. ഇങ്ങനെ ഒരു കാഴ്ച. എന്താണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചത്? പ്രവാചകനായ സെക്കരിയാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 70 വർഷത്തെ പ്രവാസത്തിന് അനന്തരമായിട്ട് ഇസ്രായേൽ അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് മടങ്ങി വന്ന് അവരവിടെ ആലയം പണിത് ആരാധനയൊക്കെ തുടങ്ങി മുൻപോട്ട് പോകുവാനായിട്ട് അവർ ചുവടുകൾ വെക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് സെരുബാബേല്, സെക്കരിയാവ്, ഹഗ്ഗായി, മഹാപുരോഹിതനായ യോശുവ. BC 605, 606, 607 ആ കാലഘട്ടങ്ങളിൽ 3 ഘട്ടങ്ങളായിട്ടാണ് 70 വർഷത്തെ ബാബിലോണിയ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ പോകുന്നത്. പിന്നീട് 70 വർഷം കഴിഞ്ഞപ്പോൾ സെരുബാബേലിന്റെ നേതൃത്വത്തിലാണ് അവർ വാഗ്ദത്ത ഇസ്രായേൽ അവരുടെ നാട്ടിലേക്ക്, അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വന്നു. അവർക്കന്ന് ആലയമില്ല. അവർക്കുണ്ടായിരുന്ന നാട് അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന യെരുശലേം മറ്റു ജാതികളുടെ കൈവശമൊക്കെ ഇരിക്കുന്നു. അവിടുന്ന് അവർ തിരിച്ചു വന്ന് യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനമിട്ട് ദീർഘവർഷങ്ങൾ ആലയം പണിയുവാൻ കഴിയാതെ വണ്ണം കുറേ വർഷങ്ങൾ, 10-14ഓളം വർഷങ്ങൾ അങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ജനത്തെ ആരാധനയിലേക്കും പ്രാർത്ഥനയിലേക്കും യഹോവയുടെ ആലയം പണിയേണ്ടുന്നതിൻ്റെ ആവശ്യകതയിലേക്കും അവരെ പ്രബോധിപ്പിച്ച് അവരോട് പ്രവചിച്ച പ്രവാചകനാണ് സെക്കരിയാവ്, ഹഗ്ഗായി. ആ സമയത്തെ ഇസ്രായേലിലെ മഹാപുരോഹിതനായ യോശുവ. അപ്പം ഈ മഹാപുരോഹിതനായ യോശുവ എന്ന് പറയുന്ന വ്യക്തി റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത് അന്നത്തെ കാലത്ത് ഇസ്രായേലിനെയാണ്. നമ്മൾ വായിച്ചത് അനന്തരം എന്ന് പറയുന്ന ഒരു പദപ്രയോഗത്തോടു കൂടിയാണ്. അപ്പം അനന്തരം എന്ന് പറഞ്ഞാൽ അതിന് തൊട്ടു മുൻപിലുള്ള അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേലിനെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ദൈവം പാർപ്പിച്ചിട്ട് അവരുടെ മധ്യത്തിൽ ദൈവം വസിച്ച് പഴയതുപോലെയുള്ള ഒരു ആത്മീക സന്തോഷത്തിന്റെ കാലഘട്ടത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുവരും എന്ന് പറയുന്ന ഒരു വാഗ്ദത്തം അവരുടെ മേലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാഗ്ദത്തത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം അവരുടെ മുമ്പിൽ ഉയർന്നു വന്ന ഒരു തടസ്സം, പിശാച് കൊണ്ടുവന്ന കുറച്ച് അപവാദങ്ങൾ. ഈ അപവാദത്തെ എങ്ങനെ ദൈവം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്.
നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതങ്ങളിലും പലപ്പോഴും നാം അറിയാത്ത പല വിഷയങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ അറിവില്ലായ്മയുടെ കാലത്ത് ചെയ്തു പോയത്, ദൈവവചനത്തിന് വിരോധമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചുവടുകൾ വെക്കുമ്പോൾ പിശാച് അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ദൈവത്തിന്റെ നീതിയെ മുറുകെ പിടിച്ച് അവനൊരിക്കലും അത് ചെയ്തു കൊടുക്കാൻ പാടില്ല, അവൾക്കൊരിക്കലും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നുള്ള അവകാശങ്ങൾ ഉന്നയിക്കുവാൻ സാധ്യതകളുണ്ട്. ഇത് എനിക്ക് പല അനുഭവങ്ങളിലും സാഹചര്യങ്ങളിലും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ഈ ചിലരൊക്കെ ഈ തമാശയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു രസത്തിന് വേണ്ടി മന്ത്രവാദങ്ങളിൽ, ക്ഷുദ്രങ്ങളിൽ, ആഭിചാരങ്ങളിൽ എന്നിത്യാദി കാര്യങ്ങളിൽ ആശ്രയിക്കാറുണ്ട്. പിന്നീട് അവർ ഒരു ആത്മീക ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇത് ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിരോധമായി പിശാച് ഉയർത്തിപ്പിടിക്കാൻ സാധ്യതകളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഞാൻ അതിലേക്ക് കൂടുതൽ വ്യക്തമായിട്ട് ഞാനത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അപ്പം ഇവിടെ സാത്താൻ ഒരു അപവാദം പറയുകയാണ്, അല്ലെങ്കിൽ എതിരായി നിൽക്കുകയാണ്. കുറ്റം ചുമത്തുവാനായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്, കുറ്റം ചുമത്തുന്നു എന്നുള്ളതാണ്. വേദപുസ്തകത്തിന്റെ അകത്ത് പിശാചിനെ അപവാദി എന്ന് വിളിച്ചിട്ടുള്ള ഒരുപാട് വാക്യങ്ങൾ ഉണ്ട്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വരുമ്പോൾ സ്വർഗത്തിലൊരു യുദ്ധം ഉണ്ടാകുകയും പ്രധാന ദൂതനായ മീഖായേൽ പിശാചിനോടും അവന്റെ ദൂതന്മാരോടും ഒരു വലിയ യുദ്ധമുണ്ടാകുകയും അവനെയും അവന്റെ ദൂതന്മാരെയും സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളയുകയും ചെയ്തു, അല്ലെങ്കിൽ പുറത്താക്കുകയും ചെയ്തു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് പറ്റും. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവം മുമ്പാകെ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ടല്ലോ എന്നാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ദൈവത്തിന്റെ മുമ്പാകെ പിശാച് കുറ്റം ചുമത്തുന്നു, അപവാദം പറയുന്നു, അതെങ്ങനെ സാധ്യമാകും? നമുക്കറിയാം, വേദപുസ്തകം മൊത്തത്തിൽ പഠിക്കുമ്പോൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ യഹോവയുടെ മുൻപാകെ ദൈവപുത്രന്മാർ നിൽക്കുമ്പോൾ സാത്താൻ അവരുടെ ഇടയിൽ നിൽക്കുന്നു, ഇയ്യോബിനെതിരെ ചില ആരോപണങ്ങൾ നടത്തുന്നു. ആ വാക്കുകളൊക്കെ ഭയങ്കര നമ്മൾ ചിന്തിക്കേണ്ടുന്ന വാക്കുകളാണ്. നിന്റെ കൈ പിൻവലിക്കുക, അല്ലെങ്കിൽ ദൈവമേ നീ ഒന്ന് അനുവദിച്ചു കൊടുക്കുക, കർത്താവെ നീ ഒന്ന് അനുവദിച്ചു കൊടുത്താൽ യോബ് നിന്നെ മുഖത്ത് നോക്കി തള്ളിപ്പറയുമെന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അനുവദിക്കപ്പെട്ട കാലഘട്ടത്തിൽ പിശാചിനും അവന്റെ ദൂതന്മാർക്കും സ്വർഗസ്ഥലത്തേക്ക് പ്രവേശനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് എല്ലാ കാലത്തും ഇല്ല. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അവനെ അവിടെ നിന്ന് പുറത്താക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇത് ദൈവം അനുവദിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. അതിനെയാണ് പൈശാചിക അവകാശങ്ങൾ, പിശാച് ഉയർത്തുന്ന അപവാദം എന്നൊക്കെ പറയുവാനായിട്ട് പറ്റുന്നത്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് ദൈവം ചെയ്തെടുക്കുവാനായിട്ട് ചില പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് ആരംഭിക്കുമ്പോൾ അവൻ അതിനെതിരെ നിൽക്കും. അപ്പം നമ്മൾ സൂക്ഷിച്ച് ഒഴിയേണ്ടുന്ന കുറച്ച് മേഖലകളുണ്ട്. ഞാൻ ആ വാക്യം മൊത്തമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അത് മനസ്സിലാക്കി ഒന്ന് പ്രാർത്ഥിക്കാനും, ഒന്ന് ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടാനും, ഒന്ന് ശുദ്ധീകരണം പ്രാപിപ്പാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ഇടയാക്കി തീർക്കട്ടെ. 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവ സാത്താനോട്, യഹോവ നിന്നെ ഭത്സിക്കുന്നു എന്ന് പറഞ്ഞു. സാത്താൻ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാതെ, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കാതെ, കാരണം എന്താണെന്നറിയാമോ, യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഞാൻ പറഞ്ഞു, ഈ യോശുവ എന്ന് പറയുന്ന വ്യക്തിയേക്കാൾ ഉപരിയായി ഈ യോശുവ പ്രതിനിധാനം ചെയ്തത് അന്നത്തെ ഇസ്രായേലിന്റെ ആത്മീക അവസ്ഥയായിരുന്നു. ഏകദേശം 70 വർഷത്തോളം അവർ ബാബിലോണിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് സിനഗോഗുകൾ ഉണ്ടായിരുന്നെങ്കിലും യഹോവയുടെ ആലയമില്ലായിരുന്നു, ആരാധനകൾ അവർക്കില്ലായിരുന്നു. അത്തരത്തിലുള്ള ആത്മീക ആരാധനകളില്ല. ജനം ആത്മീകമായി അധപ്പതിച്ച ഒരവസ്ഥയിൽ അങ്ങനെയാണ് അവർ തിരിച്ച് ഇസ്രായേലിലേക്ക്, അല്ലെങ്കിൽ യെരുശലേമിലേക്ക് അവർ മടങ്ങി വരുന്നത്. അതാണ് യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രത്തെ അവിടെ കാണിക്കുന്നത്. മുഷിഞ്ഞ വസ്ത്രം എന്ന് പറയുന്നത് അന്നത്തെ ഇസ്രായേലിന്റെ അധപ്പതിച്ച ആത്മീക അവസ്ഥയാണ്. ഈ ഒരു അധപ്പതിച്ച ആത്മീക അവസ്ഥയെ തന്നെയാണ് പിശാച് ദൈവം മുമ്പാകെ കുറ്റം ചുമത്തി, ഇവർ ആത്മീയമായി അധപ്പതിച്ചവരാണെന്നും ഇനിയും ഒരു ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവർ അതിന് യോഗ്യരല്ലെന്നും ദൈവം മുമ്പാകെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഷിഞ്ഞ വസ്ത്രം നീക്കി ദൈവം യോശുവയെ ഉത്സവ വസ്ത്രം ധരിച്ച് അവന്റെ തലയിൽ
വെടിപ്പുള്ള ഒരു മുടി വെക്കുവാനായിട്ട് കൽപ്പിക്കുന്നത്. വെടിപ്പുള്ള മുടി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത്, പഴയ നിയമത്തിൽ മഹാപുരോഹിതന്മാരൊക്കെ വിശുദ്ധ സ്ഥലത്തേക്കും അതിവിശുദ്ധ സ്ഥലത്തേക്കും ശുശ്രൂഷകൾക്കായിട്ട് പോകുമ്പോൾ അവരുടെ നെറ്റിയിൽ യഹോവയ്ക്ക് വിശുദ്ധം എന്ന് ഒരു തങ്കം കൊണ്ട് എഴുതിയ ഒരു പട്ട, അല്ലെങ്കിൽ സ്വർണത്തിൽ എഴുതിയ ഒരു പട്ട അവരുടെ നെറ്റിയിൽ വെച്ചിട്ടാണ് യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്നത്. അപ്പം ഇവിടെ യഹോവയാം ദൈവം തന്നെ പറയുകയാണ്, അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞ് വസ്ത്രം ധരിപ്പിച്ചു. മഹാപുരോഹിതന്റെ വസ്ത്രം വിശുദ്ധിയാണ് കാണിക്കുന്നത്, ദൈവമഹത്വത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. കാരണം അവർ പ്രതിനിധീകരിക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയെ ആയതുകൊണ്ട് തന്നെ ആ വസ്ത്രം എല്ലായ്പ്പോഴും വിശുദ്ധവും കറയില്ലാത്തതുമായിരിക്കണം. പക്ഷെ ഇവിടെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിനെ പിശാചൊരു അവകാശമായി എടുത്തുകൊണ്ട് മുന്നോട്ടുള്ള ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ, യഹോവയുടെ ആലയം പണി, ആരാധനയടക്കമുള്ള കാര്യങ്ങളെ ശക്തമായി തടയുവാൻ ദൈവത്തിന്റെ നീതി അവൻ മുറുകെ പിടിക്കുമ്പോൾ വസ്ത്രം ധരിപ്പിക്കുന്നു, തലയിൽ മുടി വെപ്പിക്കുന്നു എന്ന് നമ്മൾ കണ്ട് ദൈവം പിശാചിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തിന്റെ വ്യാഖ്യാനം നിർത്തിയിട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കൊക്കെ വരുമ്പോൾ എന്താണ് ഇതുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വസ്ത്രം ധരിപ്പിക്കുന്നു എന്നുള്ളത് മഹാപുരോഹിതനായ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നീതീകരണവും രക്ഷയുമായിട്ടൊക്കെ ഇതിനെ വേണമെങ്കിൽ ചേർത്ത് പഠിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ അല്ലെങ്കിൽ അറിഞ്ഞതിന് ശേഷം നാം ചെയ്യുന്ന പല പാപങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കും. അത് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ അവകാശം പ്രഖ്യാപിക്കാനുള്ളതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള വാതിലുകളായി അത് മാറും. ചെറിയൊരു കാര്യത്തിലൂടെ ഞാൻ പറയാം. ഈ വീഡിയോ ഈ അനലറ്റിക്സിലേക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് ഏത് ഏജിലുള്ളവരാണ് ഇത് കാണുന്നതെന്ന് അറിയാം. എല്ലാം 15ഉം 16ഉം വയസ്സിന് മുകളിലുള്ളവരും 65-70 വയസ്സിനിടയിലുള്ളവരായതുകൊണ്ട് ഞാനൊരു കാര്യം ചെറുതായിട്ട് പറയാം. വേശ്യയോട് തൻ്റെ അവയവങ്ങളെ പറ്റിക്കുന്നവൻ അവളുമായി ഏകാത്മാവാകുന്നു. നമ്മുടെ അറിവിൻ്റെ കാലത്തോ അറിവില്ലായ്മയുടെ കാലത്തോ അസന്മാർഗികമായ പാതകളിൽ നമ്മൾ യാത്ര ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലുമായിട്ടൊരു വ്യക്തി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയും ആ വ്യക്തിയും ഒരൊറ്റ ആത്മാവായി മാറുകയും പിശാചിന് ഈ വ്യക്തിയിലേക്ക് കടന്നു വരാനുള്ള ഒരു വാതിലായി അത് മാറുകയും ചെയ്യുന്നു. പിന്നീട് എത്ര പ്രാർത്ഥിച്ചാലും യഥാർത്ഥമായ ആ ഒരു വിഷയം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട് ക്രമീകരണം പ്രാപിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ കാലവും ഇത് ഒരു ദൈവപ്രവൃത്തിക്ക് തടസ്സമായി കിടക്കുക തന്നെ ചെയ്യും. ഒന്നാമത്തെ കാര്യം പിശാചിന്റെ അവകാശം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് ഈ ഒരു വ്യക്തിയിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയിൽ വേദനയായിരിക്കും. ചിലർ ആഭിചാരങ്ങൾ, ദുഷ്കർമ്മങ്ങൾ, മന്ത്രവാദങ്ങൾ എന്നിത്യാദിയുള്ള അന്യാരാധനകൾ, ഇതിലേക്കൊക്കെ ബോധപൂർവം നമ്മൾ പോകുമ്പോൾ നാം പിശാചിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഒരു വാതിൽ തുറന്നിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിച്ച് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് മേലാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. 70 വർഷത്തെ അവരുടെ ആ ഒരു പിന്മാറ്റം അല്ലെങ്കിൽ ആത്മീയ അധപ്പതനം മുഷിഞ്ഞ വസ്ത്രമായി മാറുകയും ദൈവം അവരെക്കുറിച്ച് വിഭാവനം ചെയ്തിരുന്ന പദ്ധതികൾക്ക് തടസ്സമായി പിശാച് ദൈവം മുമ്പാകെ എടുത്തുയർത്തുകയും ചെയ്തതാണ് ഈ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷെ സ്നേഹവാനായ ദൈവം കൂടുതൽ കാര്യങ്ങൾ പറയാതെ പിശാചിനെ ശാസിച്ചു എന്നുള്ളത് കൊണ്ട് തീരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. വസ്ത്രം മാറ്റി എന്നിട്ട് പറയുകയാണ്, നിന്റെ അകൃത്യം നീങ്ങി, 2 മുടി വെപ്പിച്ചു എന്നുള്ളതാണ്. ദൈവം വിശുദ്ധനായതുകൊണ്ടും ദൈവം ചില ക്രമീകരണങ്ങൾ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കൊണ്ടും കേവലം വാക്കുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും മാത്രം തീരുന്നതാകരുത്. ക്രമീകരണം വരുത്തുവാനുള്ള ജീവിതത്തിലെ വിഷയങ്ങൾ ക്രമീകരണം വരുത്തി പിശാചിന് നമ്മുടെ ജീവിതത്തിന്റെ അകത്തേക്ക് കയറാനുള്ള അവകാശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഏറ്റുപറഞ്ഞ് മനസ്സിലാക്കി മുൻപോട്ട് പോവുക എന്നുള്ളതാണ്.
പല പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവിക വിടുതലുകൾ വെളിപ്പെടാതിരിക്കുന്നതിന്റെ കാരണങ്ങൾ മുൻകാലങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരത്തിലൂടെ വചനത്തിലൂടെ മനസ്സിലാക്കിയ കുറച്ച് അനുഭവങ്ങൾ ഉള്ളതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ഈ ഒരു വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് പിശാചിന് കടന്നു വന്ന് പ്രവർത്തിക്കാനുള്ള വാതിലുകൾ തുറന്നിടാതെ ഇരിക്കുക, മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സെഖരിയാവ് 3-ാമത്തെ അധ്യായം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതും മനസ്സിലാക്കി തന്നതും. ക്രിസ്തീയ ജീവിതം സന്തോഷകരമായിട്ട് നയിച്ച് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കർത്താവ് പ്രിയപ്പെട്ടവർക്കൊക്കെ കൃപ നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.